മുഖത്തെ നമ്മൾ അത്ര കണ്ടിട്ടില്ല, പക്ഷേ അതെ നമ്മൾ ഒരുപാട് ചിലപ്പോൾ ലൈവ് ഓൺ ഫേസ്ബുക്ക് as well. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇനി കാണാം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലുള്ളവർ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഷംന കാസിം, ഷംന വെൽക്കം ബാക്ക് ഷംന. ഷംനയുടെ കാര്യം പറയുമ്പോൾ ഷംന ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഷംന ഇവിടെ ദുബായിൽ വന്ന കാലം തൊട്ട് നമുക്ക് തീർച്ചയായും ഇവിടെ, അതായത് പണ്ട് ഷോസുമായിട്ട് വരുന്ന കാലം തൊട്ട് തന്നെ നമുക്ക് ഷംന ഇവിടെ എല്ലായ്പ്പോഴും ഹിറ്റ് FM സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ പ്രൊമോഷൻസിൻ്റെയും ഭാഗമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ വീണ്ടും ഷംന ഇവിടെ കാണുമ്പോൾ, പക്ഷെ ഷംന ഇപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ദുബായിയുടെ മരുമോളായി മാറി. ദുബായിയുടെ മരുമോളായി, ദുബായില് ഇപ്പൊ ദാ ഒരു കുട്ടിയുടെ അമ്മയുമായി അല്ലേ. പിന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നു, അതായത് ഷംനയുടെ പ്രഗ്നൻസി ടൈമിൽ. അതെ അതെ അതെ, വരുമ്പോ ഞങ്ങൾ ഒരുമിച്ച് എന്നെ ഭദ്രമായി കൊണ്ടുവന്ന് എന്റെ കയ്യിൽ ഷംനയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിപ്പം UAE മലയാളം എന്നല്ല ഹിന്ദി എന്നല്ല ഏതൊരു പ്രോഗ്രാം എടുത്താലും ഷംനയുടെ ഡാൻസ് ഇല്ലാത്തൊരു പ്രോഗ്രാമില്ല. ആൻഡ് ഷംനയുടെ റോള് വെറും ഡാൻസ് അല്ല, മെയിൻ ഡാൻസ് ആണ്. ബിക്കോസ് ആരാണോ ചീഫ് ഗസ്റ്റ്, ആ ചീഫ് ഗസ്റ്റിനെ സ്റ്റേജിലേക്ക് മിക്കപ്പോഴും ഞങ്ങൾക്ക് വേറൊരു കാര്യം 101% ഉറപ്പെന്തായിരുന്നു വെച്ചാൽ, ആ ചീഫ് ഗസ്റ്റ് കയറി കഴിഞ്ഞാൽ ആ സെക്കൻഡ് മൈക്ക് എടുത്തിട്ട് ഷംനനെ എന്തായാലും കൂടി പറയട്ടെ, ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നുസ്മ ഇസ് അഗൈൻ ഷംനയുടെ പാർട്ണറാണ്. ഇവിടെ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷംന തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ പാർട്ണറും കൂടിയാണ്. ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിലൂടെ വരാം. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു പോയിന്റിലൊന്ന് പറഞ്ഞിട്ട്, അതായത് ശ്രീദേവി, റാണി മുഖർജി, ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ആക്ച്വലി ആഫ്റ്റർ ദ തിങ് ദേ ആക്ച്വലി കോൾ ബാക്ക് ഷംന അല്ലേ. എന്നിട്ട് ഐശ്വര്യ റായ് ഇവരെല്ലാരും തിരിച്ചു വിളിച്ചിട്ട് പറയും, ഷംന താങ്ക് യു ഫോർ ദാറ്റ് ഡാൻസ് എന്ന് പറയാറുണ്ട് അല്ലേ. എക്സ്പീരിയൻസ് അത് പറ. എന്താ ഞാൻ പറയാ, എനിക്കറിയില്ല. കാരണം ഡാൻസ് ആണ് എനിക്കെല്ലാം. അപ്പം പിന്നെ അതിൽ പെർഫെക്റ്റ് ആവുക, നന്നായി കളിക്കുക. പക്ഷേ ഇതുപോലത്തെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഇറ്റ് മേക്സ് മീ ലൈക്ക് അത്രയും നാളത്തെ ഹാർഡ് വർക്കിന്റെ ഒരു ഇതാണല്ലോ, നന്നായി കളിക്കുക. കാരണം അവരുടെ ഏറ്റവും ഹിറ്റ് സോങ്സ് ഒക്കെയാണ് ഞങ്ങൾ പെർഫോം ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ, എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയത്തോട് ഒരു ചെറിയൊരു ഒരു ഹാഫ് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം പിന്നെ ഇവിടെ വന്നതിന് ശേഷം വിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി തമിഴില് അഭിനയിച്ചു. അല്ല, ഞാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തമിഴും തെലുങ്കും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡെലിവറിക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി അടുത്തൊരു 2 കൊല്ലത്തേക്കൊന്നും ഞാൻ തിരിച്ച് നാട്ടിലേക്കില്ല. ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഞാൻ പാട്ടെടുക്കാൻ പോയി. അത് കഴിഞ്ഞ് വീണ്ടും പോയി അഭിനയിച്ചു അല്ലേ. അറിയില്ല, പക്ഷെ ഇത്രയും നാളെ എനിക്ക് തോന്നി ഞാൻ കഷ്ടപ്പെട്ട് കളിച്ച ഡാൻസ് ഒന്നും ഹിറ്റ് ആയിട്ടില്ല കേട്ടോ. പക്ഷെ മോന് വന്ന് ഭാഗ്യമായിരിക്കാം ആ പാട്ട് അങ്ങോട്ട് ഭയങ്കര ഹിറ്റായി. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു മൂവിയുടെ സോങ് ചെയ്തു. അപ്പൊ എന്നെ അതിനെ വിളിച്ചപ്പോ ഐ വാസ് ലൈക്ക്, മാസ്റ്റർ ഇപ്പോഴോ ഞാനിങ്ങനെ ഭരണി പോലെ ഉരുണ്ടിരിക്കുക, തന്നെ വിളിക്കരുത്. പിന്നെ ബോഡി ഷെയ്മിംഗ് ഒക്കെ റെഡി ആയിട്ട് നിൽക്കുക. പക്ഷെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എനിക്ക് വന്നത്. ആൻഡ് യെസ്, ഇറ്റ്സ് ലൈക്ക് ഓക്കെ ബട്ട് ദാറ്റ് മൂവി, അത് ആ സോങ്ങും ഭയങ്കര ഹിറ്റായി അല്ലേ. അതൊരു സത്യം പറഞ്ഞാൽ നുസ്മ എങ്ങനെയുണ്ട്? അപ്പൊ ശരിക്കും ഒരാളുമായിട്ട് ചേർന്ന് ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ അത് ഷംന കാസിം ആവുമ്പോൾ അതിന് കുറച്ചുകൂടി എഫക്ട് കൂടുതലാണല്ലോ. നുസ്മയുടെ കാസർഗോഡ് സ്ലാങ് ഒന്ന് കേൾക്കട്ടെ. മലയാളത്തിൽ തന്നെ സംസാരിപ്പിക്കും. അതന്നെ മലയാളമാണല്ലോ, നാട്ടിക്കല്ല, നമുക്ക് മലയാളത്തിൽ തന്നെ അല്ലേ. അതെ, പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറയാ, ഇതൊക്കെ എന്താ, ഇത് ഞാൻ കേട്ടിട്ടേ നമുക്ക് നുസ്മയെടുത്ത് അതാണ്. കാരണം എന്ന് വെച്ചാല് ഇന്ന് മാത്രമല്ല, വഴിതെറ്റിച്ചതിനുള്ള ശിക്ഷയുണ്ട്. സത്യം പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഇൻഡസ്ട്രിക്ക് ഞാൻ നോക്കുന്നത്. കോൺഷ്യസ് ആവേ വേണ്ട. സാധാരണ എങ്ങനെയാ മലയാളം പറയുന്നത് ആ രീതിയിൽ പറഞ്ഞു. അതും ശരിയല്ലാത്തതാണ്. മലയാളം നമുക്ക് വലിയ പ്രതീക്ഷയില്ല, ഇംഗ്ലീഷിലോട് ഓക്കെ. ഷംന കാസിം ഞാൻ കുറെ പ്രാവശ്യം കേട്ടതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇത്ര വലിയ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് റീസെന്റ് അറിഞ്ഞതാണ്. എങ്ങനെയായിരുന്നു പരിചയം അപ്പം ഷംന? എന്റെ
ഹസ്ബൻഡിന്റെ പാർട്ട്ണർ നുസ്മയുടെ ഫാദർ ആണ്, ലൈക്ക് യു നോ ദേ ബോത്ത്. അപ്പം ഫാദർ പറഞ്ഞു ലൈക്ക് ഷാനിദ് കല്യാണം കഴിക്കുന്നത് ഒരു സെലിബ്രിറ്റീനെ, ഷംന കാസിം. ആണോ, ഞാൻ ആദ്യമായിട്ട് സെലിബ്രിറ്റീനെ കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് വി ബിക്കേം ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം നുസ്മയുടെ വീട്ടിൽ പോയപ്പോൾ തന്നെ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, നുസ്മയും പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് 1 month ഡിഫറൻസ് മാത്രമേ ആയിരുന്നു. ഞാൻ മമ്മിയോട് വീട്ടിൽ പറഞ്ഞു, മമ്മി അവിടെ ഒരു കുട്ടിയുണ്ട്, പക്ഷെ എന്തൊരു ഡൗൺ ടു എർത്ത്, എന്തൊരു സ്വീറ്റ് ആണ്, എന്തൊരു പാവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്തൊരു സ്വീറ്റ് ആണെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു മാറ്റി പറയണമെന്നൊന്നുണ്ടോ? എനിക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ മാറ്റി പറയണോ? വെരി സ്വീറ്റ്. ഓക്കെ, അപ്പൊ കമോൺ നസ്മ കണ്ടിന്യൂ. പറഞ്ഞോ. അല്ല, എനിക്ക് ഇപ്പോ ഈ ഇൻഡസ്ട്രി തന്നെ എനിക്ക് പുതിയതാണ്. ഷംന കാസിമിനെ കൊണ്ടാണ് കല്യാണം കഴിക്കുന്നതിന് ഇറ്റ് വാസ് എ ബിഗ് ന്യൂസ് ഫോർ മീ. അത് കഴിഞ്ഞ് പിന്നെ we met over each other's house. We went and we met and she said, ഓള് പറഞ്ഞു, അതിനെന്താണ്, നല്ല ഭാഷയല്ലേ അത്, കേൾക്കാൻ എന്ത് രസമാണ്. ഓള് ഓനൊക്കെ പോന്നോട്ടെ. ഷംന പറഞ്ഞു അത് ഒരു ഡ്രീമാണ്, സ്റ്റുഡിയോ തുടങ്ങണമെന്ന് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചു കയറി എന്താ പറയാ, വീട്ടിൽ കയറിയ പിന്നെ രാത്രി കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്തെങ്കിലും ചെയ്യണോ, എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഡ്രീമായിട്ട്. വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് ഹർ? ദർ ഇസ് നത്തിങ് സ്റ്റോപ്പിംഗ് ഹർ. ദർ ഷുഡ് ബി നത്തിങ് സ്റ്റോപ്പിംഗ് ഹർ. പിന്നെ ഞാൻ വിളിച്ചു, ലിസൺ ഷംന, forget everything, start your studio, I'll be there with you. Then പോയി നെക്സ്റ്റ് ഡേ ഇറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ പറയണം, there is no questions, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഡിസ്കഷൻ ഒന്നുമില്ല, we are just starting, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ വിചാരിച്ചു ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണോ? she was like, ഞാൻ ഇപ്പം തന്നെ we are starting off, next 2 months we are putting the studio. അങ്ങനെയായിരുന്നു. പക്ഷെ നുസ്മ പറഞ്ഞൊരു പോയിന്റ് ശരി തന്നെയാണ്. ബിക്കോസ് ഷംനെ പോലെ ഇത്രയും സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ള കാര്യം, നമ്മൾ ഏതൊരു ടാലന്റിൽ, ഇപ്പൊ പാട്ടാണെങ്കിൽ പോലും നമുക്ക് പാട്ട് പഠിപ്പിക്കാം, പക്ഷെ അതിൻ്റെ അകത്തുള്ള കുറെ ടെക്നിക്കൽ പാർട്സ് ഉണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റാം. പലപ്പോഴും ലൈവായിട്ട് സ്റ്റേജ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള സിംഗേഴ്സിന് അത് കുറേ കൂടി കൃത്യമായിട്ട് ഇപ്പൊ റെക്കോർഡിങ്ങിനെ കുറിച്ചും സ്റ്റേജ് പെർഫോമൻസിനെ കുറിച്ചും അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഷംനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ലെസൺസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാണ്, ഡാൻസ് ടീച്ചറും കൂടിയാണ്. അപ്പൊ എന്താ ഇത്ര ഈ പറഞ്ഞ മാതിരി ഇത്ര ഒരാളുടെ ഒരു പറഞ്ഞിട്ടാണ് ഷംനയ്ക്ക് അത് തോന്നിയെന്ന് പറഞ്ഞപ്പോഴേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ ചെറുതിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കില്ല എന്താവണം. ഓരോ ആള് പറയും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അന്നേ എന്റെ ആഗ്രഹം ടീച്ചർ ആവണം, ഡാൻസ് ടീച്ചർ ആവണം. കാരണം അന്ന് ഞാൻ ക്ലാസ് പഠിച്ചത് ലക്ഷ്മി മാസ്റ്ററിന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവിടെ കുഞ്ഞു കുട്ടികൾ വരില്ല, അവർക്കൊക്കെ ഞങ്ങളെ ക്ലാസ് എടുക്കുക. ഈ സ്റ്റാർട്ടിങ് തെയ്യൊക്കെ ഞങ്ങൾ തന്നെയാണ് എടുക്കുക, സീനിയേഴ്സ് ആണല്ലോ നമ്മൾ. അപ്പോഴും ഞാൻ മമ്മിയോട് പറയും, 10ാം ക്ലാസ് കഴിഞ്ഞ പിറ്റേ ദിവസം എന്നെ കലാക്ഷേത്രയിൽ കൊണ്ടുപോയി ചേർക്കണം. അന്ന് വീട്ടിൽ ഭയങ്കര ഡിസ്കഷൻ ആണ്, അതിങ്ങനെ ഇവിടുന്ന് ഒരാൾ പോയി അവിടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് ഒന്നും പഠിപ്പിക്കാനൊന്നും പറ്റില്ല, ഇവിടെ തന്നെ പഠിച്ചിട്ടായാൽ മതി. പക്ഷെ അങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ റൂട്ട് മാറി അങ്ങനെ സിനിമയിലേക്ക് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം, ഇപ്പൊ ഡാൻസ് സ്റ്റുഡിയോ വെക്കാൻ എൻ്റെ അടുത്ത് ഇപ്പൊ ഞാൻ പണ്ട് ഷോസിനൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാർ പറയും, ഷംനയുടെ പേര് തരുമോ, ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തോളാം. ഷംന ഒന്നും അറിയണ്ട, ജസ്റ്റ് ഫ്രാഞ്ചൈസ് പോലെ ഷംന കാസിം ഡാൻസ് എന്നുള്ളൊരു സ്റ്റുഡിയോ തുടങ്ങും, ലൈക്ക് ക്ലാസ്. എന്റെ പേരിന് കുറെ ആൾക്കാർ. അപ്പൊ ഞാൻ പറയും ഇല്ല, ഈവൻ എന്റെ കസിൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും ഇല്ല, നമ്മളൊരു സ്കൂൾ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രസൻസ് ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ആരെങ്കിലും ഡാൻസ് കളിക്കുമ്പോൾ ഈ ഷംന കളിക്കുന്ന പോലെ ഉണ്ട് കുറച്ചെങ്കിലും പറയിപ്പിക്കണം ഞങ്ങൾ. അല്ലാതെ ഞങ്ങൾ കുറെ ടീച്ചേഴ്സിനെ ഇട്ടിട്ട് ഞങ്ങളുടെ ഒരു പ്രസൻസും ഇല്ലെങ്കിൽ ഇറ്റ് ഡസന്റ് വർക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുറച്ച് ടൈം എടുത്തത്. പിന്നെ ഞാൻ എന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഇപ്പൊ എനിക്കൊരു 1.5 വയസ്സുള്ള മോനെയും വെച്ച് നമ്മളതൊരു ഷൂട്ടിംഗ് ഉണ്ട്, മോന് എല്ലാം, പിന്നെ ഒബ്വിയസ്ലി ഹസ്ബൻഡ്, എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ പറ്റുമോ? പക്ഷെ താങ്ക് ഗോഡ് യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പൊ ഞാൻ ഷംന ചോദിക്കട്ടെ, നമ്മുടെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അൽനാദയിലെ പ്ലാറ്റിനം ബിസിനസ് സെന്ററിലാണ് അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസിക്കൽ ആണോ, വെസ്റ്റേൺ ആണോ, സിനിമാറ്റിക് ആണോ, എങ്ങനെയാണ്? എല്ലാം ഉണ്ട്. വി ഹാവ് ക്ലാസിക്കലില് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, സെമി ക്ലാസിക്കൽ. അതുപോലെ ബോളിവുഡില് നമ്മൾ ആക്ച്വലി ബോളിവുഡിൽ ഡിഫറെന്റ്
ഫോംസ് ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം എനിക്ക് ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്കറിയാത്ത ഫോം അവിടെ പഠിപ്പിക്കണ്ട. എനിക്ക് കുറെ ഫോംസ് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഞാൻ ജഡ്ജൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ കുട്ടികൾ എന്താ കളിക്കണാവോ, എനിക്കിതൊന്നും പറ്റൂല അങ്ങനെ. പക്ഷെ ആ ഫോംസ് അവിടെ പഠിപ്പിക്കുന്നില്ല. ഷംനയ്ക്ക് അറിയുന്ന ഫോംസ് മാത്രം. സോ ബോളിവുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്ന എല്ലാ ഫോംസും അതിലുണ്ട്. അങ്ങനത്തെ ക്ലാസ്സസ് മാത്രം. ആൻഡ് there is ലേഡീസിന് there is no age category. We are like taking anyone, any age can come over. categories. അതുപോലെ ജെൻസിന് ഞങ്ങൾ 15 years വരെ മാത്രമേ ഇപ്പം എടുക്കുന്നുള്ളൂ. ചിന്തിക്കുന്നുള്ളൂ. അതിലും മൂത്ത ആൾക്കാർ തൽക്കാലം ഇപ്പൊ അവിടെ പഠിക്കാൻ പോണ്ട. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് വരും, അത് ഉറപ്പാണ്. ലൈക്ക് കപ്പിൾ ക്ലാസ്സസ് അങ്ങനെയൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഉമ്മയാണല്ലേ വന്ന് ഇനോഗ്രേഷൻ നടത്തി. വേറെ ആരും എനിക്ക് ചിന്തിക്കാൻ പറ്റും. എനിക്ക് എന്റെ മമ്മി അല്ലാതെ ഇനോഗ്രേഷൻ ആര് ചെയ്യാൻ പറ്റുന്ന പറയുമ്പോ ഞാനിങ്ങനെ ആരാ മമ്മി അല്ലാതെ എന്റെ മനസ്സിൽ വേറെ ആരും വരുന്നില്ല. ബിക്കോസ് ഷംന കാസിം എന്നുള്ള ഒരു ഉരുവം ഉണ്ടാക്കി തന്നത് മമ്മിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു 5 പെറ്റ് എവിടെയെങ്കിലും കണ്ണൂരില് കൂടെ നിന്നതിന്റെ ഒരു സംഭവം ഇപ്പോഴും അതെ കൂടെ നിന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ റിയാലിറ്റി ഷോ, ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവൽ, എത്രയോ ലൈക്ക് ഹാർഡ് വർക്കിലാണ് ദിസ് ഒരു ഡാൻസ് ഇപ്പൊ ഞാൻ പറയുന്നത് അതിൽ ഏൺ ചെയ്തത്. കുറേ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്റെ ബാക്കിൽ. സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഓവർ ദ നൈറ്റിൽ ഞാനൊരു എനിക്ക് സിനിമ കിട്ടി അല്ലെങ്കിൽ ഡാൻസ് കിട്ടി. എൻ്റെ മമ്മിക്ക് ഒരു ആഗ്രഹമില്ല, ഷംനയുടെ ഡാൻസ് എല്ലാവരും അറിയണമെങ്കിൽ സിനിമ ഉണ്ടാവണം, അപ്പോഴല്ലേ പറ്റുള്ളൂ. പക്ഷെ അതിന് ഒരുപാട് ഹാർഡ് വർക്ക് എന്റെ കൂടെ നടന്ന് ആക്കിയത് എന്റെ മമ്മി. സോ ദാറ്റ് ഇസ് വൈ എന്റെ മമ്മി. ആബ്സല്യൂട്ട്ലി. അപ്പൊ അതാണ് ഉമ്മ തന്നെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോ പേരെന്താ ഷംന ഇട്ടേക്കുന്നത്? ഞാൻ കുറെ പേരുകളൊക്കെ പറഞ്ഞു, പക്ഷെ നുസ്മ ഒരേ പേരിൽ പിടിച്ചു തന്നു. ഷംനയുടെ സ്കൂളാണ്. വൈ ആർ യു തിങ്കിങ് അബൌട്ട് സം അതർ നെയിംസ്? ഷംന കാസിം ഡാൻസ് സ്റ്റുഡിയോ, ഇതല്ലാതെ ഇതിൽ നിന്ന് പുള്ളിക്കാരി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റബേൺ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അതൊരു ട്രെൻഡ് അല്ല, നമുക്ക് വേറെ പേരുകൾ വെക്കുന്നതാണ്. അപ്പം പറഞ്ഞു നോ 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 ഐ വാണ്ട് യുവർ നെയിം. അങ്ങനെ ഷംന കാസിം ഡാൻസ് സ്റ്റുഡിയോ. Absolutely. And Shamna Kasim Dance Studio is already open. Yes, we have started. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല, ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫിറ്റ്നസ് റെസ്ട്രിക്ഷൻസ് ഇല്ല, എല്ലാം തന്നെ. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു പാഷൻ ഫോർ ഡാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കുഴപ്പമില്ല, ഞങ്ങൾ ഡാൻസ് കളിപ്പിക്കും. കാര്യം പാഷൻ ചില ആൾക്കാർ ചിലപ്പോൾ ഒരിക്കും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഇതിനെ കാണുന്ന ആൾക്കാരുണ്ട്. അതായത് ചുമ്മാ ഡാൻസിങ് കളിച്ചിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് ദേഹാനം കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തിനാണെങ്കിലും ശരി, ഇവിടെ റെഡി ആയിട്ട് നമ്മുടെ അൽനാദ പ്ലാറ്റിനം ബിസിനസ് ടവറിലാണ് ഷംന കാസിംസ് ഡാൻസ് സ്റ്റുഡിയോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് ജോയിൻ ചെയ്യേണ്ട മാത്രമേ പ്രശ്നമില്ലാത്തുള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ് ഷംന. ആൻഡ് നുസുമിനെ പോലെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടിയതും ഭയങ്കര ഒരു ഭാഗ്യമാണ്. Nuzma, keep supporting and be with her for always. Of course, always. Be like Nuzma. Be like Nuzma. But thank you മിഥുൻ ചേട്ടൻ നിമ്മി, like because ഞാൻ പറഞ്ഞ ഉടൻ തന്നെ you gave me okay come off അങ്ങനെ പറഞ്ഞതിൽ thank you so much. And സത്യം പറഞ്ഞ ജോയിൻ ചെയ്യാട്ടോ ഇവിടെ എല്ലാം. എനിക്ക് ഡാൻസ് ഭയങ്കര എനിക്ക് അറിയാലോ. പക്ഷേ മോളെ ചേർക്കാലോ അല്ലേ? ഇവിടെ തന്നെ ഞാൻ അഡ്മിഷൻ ഫോം ക്യാമ്പയിൻ തുടങ്ങി. നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യണം അവിടെ കേട്ടോ. ഞാൻ വന്ന് മറ്റേ കൊണ്ടാക്കിയിട്ട് അവിടെ കണ്ടോളാം. നിങ്ങളുടെ ഹിറ്റ് എഫ്എമ്മിന്റെ ഇവന്റ്സ് നമുക്ക് തന്നെ നമ്മൾ ചെയ്തേ. ഞാൻ ഫുൾ ഇങ്ങനെ നോക്കിക്കോ, ശല്യായിരിക്കും. ഏറ്റവും എളുപ്പമാണല്ലോ, കാരണം ശബ്ദം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ ഓണർ പ്രോഗ്രാമിന് ഞാൻ കാണാറുണ്ട് കുറച്ച് കൊറിയോഗ്രാഫി പാർട്സ് ഒക്കെ. ഇതൊന്നും വേറെ ആരും ചിന്തിക്കരുത്. ഞാൻ എഴുതി എടുത്ത് നോട്ട് ചെയ്ത് വെച്ചാ പോയി. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. Thank you, Nuzma. Thank you.